കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന് ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം എന്റെ 4-5 വാക്യങ്ങൾ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദാസൻ അകൃത്യയാഗമായി തീരുന്നു എന്നുള്ളതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം. അല്ലെങ്കിൽ ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനം കൂടാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ ആത്മാവിൽ എഴുതി തന്ന പ്രവാചനങ്ങളുടെ ആത്മാവിൽ എഴുതിച്ച വചനം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ നിറവേറി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങളും തന്റെ യേശുവിന്റെ ശുശ്രൂഷയിൽ നിറവേറി. അപ്പൊ ഇന്ന് പകൽ ഞാൻ നിങ്ങൾ ഈ വചനം വിശ്വസിച്ചുകൊണ്ട് അല്ലേലുയ നമ്മൾ ഈ വചനത്തിൽ നിന്ന് വായിച്ച വചനത്തിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നതാണ്. പ്രൈസലോ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും വിവിധ രോഗങ്ങൾക്ക് അടിമകളാണ്. തലവേദന, ട്യൂമർ, കണ്ണുവേദന, ചെവിവേദന, ടോൺസില്, തൈറോയ്ഡ്, ശരീരത്തിനകത്തും പുറത്തും ഒക്കെ വിവിധ വേദനകൾ, ചൊറിച്ചിലുകൾ, അലർജികൾ, ഹാർട്ട്, ലിവർ, ലെൻസ് സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ യൂട്രസ്, കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ, ക്ഷയരോഗം, കുഷ്ഠരോഗം, ക്യാൻസർ, അങ്ങനെ വിവിധ മാരക രോഗങ്ങൾ എല്ലാ സന്ധിവഞ്ചുകളിലും മാംസങ്ങളിലും എല്ലാ രക്തധമനികളിലും എല്ലാം രോഗമാണ് മനുഷ്യന്. എന്ന് പറഞ്ഞാൽ ശിരസ്സൊട്ട് ഉള്ളങ്കാല് വരെ രോഗം. എത്രയോ ആളുകളാണ് സർജറി ചെയ്തിട്ട് സർജറിക്ക് വിധേയപ്പെട്ട് കിടക്കുന്നവര്. അല്ലേറിയ ഇനി സർജറി ചെയ്യാൻ പണമില്ലാതെ ഭാരപ്പെടുന്നവര്. അല്ലേറിയ മനുഷ്യ ശരീരത്തിൽ എണ്ണിയാ തീരാത്ത പോലെ രോഗമാണ് മനുഷ്യന്. അല്ലേറിയ ഈ ലോകത്ത് രോഗമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പ്രൈസലോ. നാം പലരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സഹോദര സഹോദരി? ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടെ നല്ല സൗഖ്യത്തോടെ ജീവിക്കുമെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരിൽ നല്ലൊരു ശതമാനം ആളുകൾ രോഗികളാണ്. പ്രൈസലോ. ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ തകർക്കുന്നതാണ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ വലിയ അസ്വസ്ഥതകൾ അതുണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു രോഗസൗഖ്യം ഞാനടക്കം നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. പ്രൈസലോ. രോഗസൗഖ്യവും രോഗത്തിന്റെ ആശ്വാസവും ആഗ്രഹിക്കാത്തവരാരും ഈ ഭൂമിയിലില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രൈസലോ. അങ്ങനെ വിവിധ രോഗങ്ങൾ കൊണ്ട് മാനസികമായി തകർന്നും നുറുങ്ങിയും ഭയപ്പെട്ടും ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മെ അരക്കിട്ടുറപ്പിക്കുന്നത് പോലെ ഉറപ്പിക്കുന്ന വചനമാണ് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം. പ്രൈസലോ. അപ്പൊ നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ അനുഗമിക്കുമ്പോൾ, അവന്റെ വചനം അനുസരിക്കുമ്പോൾ, ജീവിത വിശുദ്ധി പാലിക്കുമ്പോൾ, അല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, അല്ലേ ഈ നൽകപ്പെട്ടിരിക്കുന്ന ഈ ദൈവിക വചന ദൂത് സകല ജനത്തിന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമായി അത് സൗഖ്യമായി സംഭവിക്കും, രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകരം ഞാൻ ഈ ദൈവത്തിനെ സംസാരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്നപ്പോൾ സ്നേഹിക്കുന്ന നിങ്ങളൊരു സൗഖ്യം ആഗ്രഹിച്ചാണ് ഇരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുക, രക്തം ചെയ്യും. അപ്പൊ വ്യാധി എന്ന് വിചാരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ഭയത്തിന്റെ അടിമയായി മാറും. നമ്മൾ എന്തെങ്കിലും ഒരു ശാരീരികമായ ബലഹീനതകൾ വന്ന് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴകൾ അല്ലെങ്കിൽ ഒരു വേദന അനുഭവിച്ച് നാം ഒരു ഡോക്ടറെ സമീപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, നാം പറയുന്ന രോഗവിവരങ്ങൾ അനുസരിച്ച് ഡോക്ടർ നമ്മെ പരിശോധിച്ച് വിവിധ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവസാനം നമ്മുടെ ECG എടുത്ത്, MRI സ്കാൻ എടുത്ത്, സ്കാനിങ് ചെയ്ത്, ബ്ലഡുകൾ പരിശോധിച്ച്, എക്സ്റേ ഒക്കെ എടുത്ത്
വിവിധ നിലകളിലേക്ക് നമ്മുടെ പരിശോധനകൾ കഴിയുമ്പോൾ ആ ഡോക്ടർ രോഗത്തെ കുറിച്ച് നമ്മോട് അറിയിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ രോഗം, ആ വ്യാധി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിൽ തന്നെ ഭാരപ്പെടും, ഭയപ്പെടും, മനം കലങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇപ്പോൾ രോഗാണുക്കളാൽ വരുന്ന വ്യാധികളെക്കാൾ അധികം നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന വ്യാധികളെക്കാൾ അധികമായി നമ്മുടെ മനസ്സും ശരീരവും ഹൃദയവും ഭയപ്പെടാൻ തുടങ്ങും രോഗമെന്ന് കേൾക്കുമ്പോൾ. അപ്പം ഭയത്താൽ തന്നെ വരുന്ന വ്യാധികളുണ്ട്, ഭയം മുഖാന്തരം വരുന്ന വ്യാധികളുണ്ട്. ഗ്രാമങ്ങളിൽ കോളറയായാൽ അത് ബാധിക്കപ്പെട്ട് മരിക്കുന്നവർ ഏറെയാണ്, വളരെയധികം. അപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ 2018 വലിയ ജലപ്രളയം ഉണ്ടായപ്പോൾ ഹല്ലേലൂയ, ആ കാലഘട്ടത്തിലെ വലിയ ദുരന്തം മുഖാന്തരം ഒരുപാട് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ചത്തൊടുങ്ങി. വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അപ്പം മഴക്കാല സംബന്ധമായ അനവധി വ്യാധികൾ മനുഷ്യന്റെ ഇടയിലേക്ക് പടർന്നു പിടിച്ചു. മനുഷ്യനെല്ലാം ഭയത്താൽ ഭാരപ്പെട്ടു. 2020 ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ലോകവ്യാപകമായി കൊറോണ എന്ന് പറയുന്ന സംഭവം വന്നു. ഞാനടക്കം എല്ലാവരും ഭയപ്പെട്ടു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾക്ക് എല്ലാവർക്കും കൊറോണ ഒരു ഭയമുണ്ടായിരുന്നു. പനിയെന്ന് കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, കൊറോണ വന്ന വീടെന്ന് കേൾക്കുമ്പോൾ, കൊറോണ പിടിച്ച വ്യക്തിയെന്ന് കേൾക്കുമ്പോൾ, കൊറോണ പിടിച്ച് മനുഷ്യൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഭാരപ്പെട്ടു. ഹല്ലേലൂയ. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൊറോണ യാതൊരു ഭയമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരും കൊറോണ ഭയപ്പെടുന്ന ഒരു തെളിവായിരുന്നു അവർ ഓരോ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കൈ കഴുകുന്നത്, സാനിറ്റൈസർ ഉപയോഗിച്ചവരുടെ കൈ കഴുകുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയമുണ്ടായിരുന്നുള്ള യാഥാർത്ഥ്യം നമുക്കതിന് മനസ്സിലാക്കാം. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ വിവിധ തലങ്ങളിൽ വ്യാധികളാൽ ഭയപ്പെടുകയാണ്. അങ്ങനെ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, വിവിധ വ്യാധികളാൽ നീ ഭയപ്പെട്ടും മനം കലങ്ങി ഹൃദയം തുറങ്ങി ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, ഹൃദയം കലങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അതെ, വ്യാധികളാൽ നിന്റെ ഹൃദയം കലങ്ങി നീ വേദനപ്പെട്ട് സങ്കടത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നാളുകളായി നീ കിടക്കയിലാണ്, എഴുന്നേൽപ്പാൻ കഴിയാത്ത, നരിയാണി ഉറപ്പിച്ച് എഴുന്നേൽപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ നീ കിടപ്പിലാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്ന ശക്തമായ ദൂത്, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് നിനക്കൊരു സൗഖ്യം യേശു തരാൻ ആഗ്രഹിക്കുക. കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ നമ്മുടെ ജാതി ചോദിക്കുന്നില്ല, പേര് ചോദിക്കുന്നില്ല, നാട് ചോദിക്കുന്നില്ല, തറവാട് ചോദിക്കുന്നില്ല, കുടുംബം ചോദിക്കുന്നില്ല, ഏത് ദേശക്കാരനാണെന്ന് ചോദിക്കുന്നില്ല, നമ്മുടെ പാരമ്പര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, നമ്മുടെ യാതൊരു കാര്യങ്ങളും നമ്മുടെ കർത്താവ് അന്വേഷിക്കാറില്ല. എൻ്റെ കാരണം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും അറിയുന്നവൻ യേശുവാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യൻ സൃഷ്ടാവ് യേശു. അതുകൊണ്ട് നമുക്കൊരു രോഗസൗഖ്യം യേശു തരാൻ ആഗ്രഹിക്കുമ്പോൾ അവനൊരിക്കലും നമ്മുടെ പിന്നാമ്പുറം അന്വേഷിക്കാതെ അവൻ മക്കളെന്നുള്ള അനുഭവത്തിൽ, മക്കളെന്നുള്ള ആ കാര്യം മുഖാന്തരം നമ്മെ അല്ലൊരു സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ 103 സംഗീതമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. അതേ സ്നേഹിത, നമ്മുടെ യേശു നമ്മളോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് എണ്ണിയാലൊടുങ്ങാത്ത വ്യാധികളാൽ ഞാനും നിങ്ങളും വലഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം ഇന്നും ജീവനോടെ ഈ ഭൂമിയിൽ നിൽക്കുന്നത്. യേശുവോ, നമ്മൾ ചിന്തിച്ചു നോക്കി, എത്രയെത്ര ദുരന്തങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടത്, എത്രയെത്ര ദുരന്തങ്ങളാണ് നാം കേൾക്കുവാനിരിക്കുന്നത്, എത്രമാത്രം ആളുകളാണ് മരണപ്പെട്ട വിവരം നമ്മൾ കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നില്ലേ? സ്തോത്രം. നമ്മൾ തിരുവനന്തപുരം RCC സെന്ററൊക്കെ ചെന്ന് കഴിഞ്ഞ് അവിടെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന രോഗികളെ കാണാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ മാത്രം ഞാൻ പറയട്ടെ, കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, എന്തിന് നമ്മുടെ ദേശത്തുള്ള നാട്ടുപുറമുള്ള ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ദിനവും ആയിരക്കണക്കിന് രോഗികളെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ്. അപ്പൊ ഇവരെല്ലാം വലിയ ഭവനത്തിൽ ഇരിക്കാതെ ഹോസ്പിറ്റലുകളിൽ വന്ന് ക്യൂവിൽ നിൽക്കുക. എന്തിനാണ്? വ്യാധികൾ പിടിച്ചപ്പോൾ, രോഗം അവരുടെ ശരീരത്തിൽ വന്നപ്പോൾ ആ രോഗത്തെ അവർ ഭയപ്പെട്ടു. ഹല്ലേലൂയ. ആ രോഗം അവരെ മരണത്തിന് കീഴ്പ്പെടുത്തുവോ, മരണം അവരുടെ ജീവിതത്തിൽ വരുവോ എന്നുള്ള ചിന്താഗതികൾ നല്ലൊരു ശതമാനം ജനത്തിനും വ്യാപരിക്കുകയാണ്.
അതുകൊണ്ടാണ് അവരൊരു പ്രതിവിധിയുമായിട്ട് ഒരു പ്രതിവിധിക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ ഡോക്ടറെ കാണുന്നത്, ഹോസ്പിറ്റലുകളിൽ പോകുന്നത്. ലേരിയ. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുന്ന ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളും മനസ്സിലാക്കി. ലേരിയ, നമ്മൾ ദൈവത്തിൽ കൂടെ വിശ്വസിക്കുകയാണെങ്കിൽ ലേരിയ, ഞാൻ നിങ്ങൾ മരുന്ന് ചെയ്യേണ്ടെന്നോ ഡോക്ടറെ കാണരുതെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ മരുന്ന് ചെയ്യുന്നവരും ഡോക്ടറെ കാണുന്നവരുമാണ്. ഞാൻ മരുന്ന് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് മരുന്ന് ഉപയോഗിക്കരുത് എന്നുള്ള സന്ദേശം എനിക്കില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഭൂമിയിലുള്ള എല്ലാ മരുന്നുകളും എല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, എല്ലാ വൈദ്യരെയും എല്ലാ ഡോക്ടറെയും കണ്ട് മെഡിസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ദൈവവചനമാണ് അതിനെ പൂർണ്ണമായി സൗഖ്യമാക്കുന്നത്. ഈ ലോകത്തിൽ എത്ര വലിയ ഉന്നതന്മാരായിരിക്കുന്ന ഡോക്ടർമാരും വൈദ്യന്മാരും ലോകത്ത് എത്ര ഉന്നതമായ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ അതിന്റെ ശരീരത്തിൽ ഫലിക്കണമെങ്കിൽ കർത്താവിനോട് കരുണ കാണിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്ന അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിതാ, ഈ ലോകത്തിലുള്ള സകല വൈദ്യന്മാരെക്കാളും ഡോക്ടർമാരെക്കാളും ഏറ്റവും ഉത്തമമായിരിക്കുന്ന വൈദ്യനാണ് നമ്മുടെ ഗിലെയാദിന്റെ വൈദ്യനായിരിക്കുന്ന യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഏറ്റവും വലിയ സുഗന്ധം, ഏറ്റവും വലിയ ഔഷധം, ഏറ്റവും വലിയ മരുന്നെന്നൊക്കെ പറഞ്ഞാൽ ഗിലെയാദിന്റെ സുഗന്ധ തൈലമായിരിക്കുന്ന പുതിയ ദൈവത്തോടുള്ള ബന്ധത്തിൽ നോക്കും ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട യേശുവിന്റെ രക്തം. അതെ, അവന്റെ രക്തത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്. അവന്റെ മരണത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ മുഴുവൻ സൗഖ്യത്തിന്റെ ശുശ്രൂഷയായിരുന്നുവെന്ന് നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയും. ഉടനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ നിങ്ങളൊരു സൗഖ്യമാണോ ആഗ്രഹിക്കുന്നവർ? ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. നാളുകളുമായി നീ മരുന്നെടുക്കുന്നു, നാളുകളായി ഡോക്ടറെ കാണുന്നു, നാളുകളായി പലവിധമായ ടെസ്റ്റുകൾ നടത്തുന്നു. അവർ നിന്നെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ചു നിങ്ങൾക്ക് രോഗമൊന്നുമില്ല എന്നാ പറയുന്നത്. ഹല്ലേലൂയ. രോഗമില്ല എന്ന് പറയുന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിനക്ക് യഥാർത്ഥമായ വിടുതൽ നൽകുവാൻ നിന്റെ ശരീരത്തോട് ജീവിതത്തോട് വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ, അന്യായ പോരുകൾ, പോരാട്ടങ്ങൾ, സാത്താന്റെ തന്ത്രങ്ങൾ, അതിൽ നിന്നെ ബലഹീനനാക്കി രോഗിയാക്കി മാറ്റാൻ പിശാച് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിനക്ക് വിടുതൽ നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തജയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നത്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. സൗഖ്യം വന്നു വിരിക്കുന്നുണ്ടാ കേട്ടോ, സൗഖ്യം തരാമെന്നല്ല, സൗഖ്യം വന്നു വിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽ വിവിധ രോഗത്തിനടിമകളായി മുമ്പോട്ട് പോകുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, ദൈവം നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുക. നിന്റെ മനസ്സ് നിറച്ച് വേദനകൾ, ഹല്ലേലൂയ, ഹൃദയം നിറച്ച് നൊമ്പരങ്ങൾ, മറ്റുള്ളവരോടൊപ്പം സമൂഹത്തിൽ വരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ അസ്വസ്ഥമാക്കുന്ന രോഗങ്ങൾ, ഹല്ലേലൂയ, ചില വ്യാധികൾ, ഹല്ലേലൂയ, സ്വതന്ത്രം, അതിൽ ദൈവം നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. എന്നോടൊരു സഹോദരി സംസാരിച്ച്, എന്റെ ചർച്ചിലുള്ള സഹോദരി തന്നെയാണ്. ആ സഹോദരൻ മകന് എന്നും രോഗമാണ്. ഏകദേശം 10-23 വയസ്സൊക്കെയുള്ള ഒരു സഹോദരൻ. അവൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ സന്നിധി തീരുമാനമെടുത്ത് സ്നാനപ്പെടാനൊക്കെ തീരുമാനമെടുത്ത് ദൈവസനെ സമർപ്പിച്ചു കൊടുത്തവനാണ്. ഹല്ലേലൂയ. പിന്നത്തേതിൽ അവര് കൂട്ടുകെട്ടുണ്ടായി, കമ്പനികളുണ്ടായി, സുഹൃത്തുക്കളുണ്ടായപ്പോൾ അവൻ ദൈവത്തെ മറന്നുപോയി. ദൈവത്തെ മറന്നതുകൊണ്ട്, ഹല്ലേലൂയ, അവൻ ജീവിതത്തിൽ വളരെ നിരാശനായി മാറി. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ എന്നും ദുഃഖങ്ങളും കണ്ണുനീരുകളും വേദനകളും വരാൻ തുടങ്ങി. അവർ അനവധി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പരിശോധനകളൊക്കെ നടത്തി, ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ അവര് പറഞ്ഞു, ഇവന് രോഗമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രോഗമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടും അവന് നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അവനെ ശരീരത്തിൽ മുഴുവൻ വ്യാധികൾ വ്യാപരിച്ചിരിക്കുക. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്താലും, എല്ലാ ചികിത്സകളും ചെയ്താലും, നിങ്ങൾ എല്ലാം മെഡിസിൻ ഉപയോഗിച്ചാലും, ഇനി കേരളത്തിലെങ്ങും ഉള്ള ഡോക്ടർ പോരാ, നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ, ഇനി വിദേശ രാജ്യത്ത് കൊണ്ടുപോയി നിങ്ങളുടെ മകനെ ശുശ്രൂഷിച്ചാലും ചികിത്സിച്ചാലും സൗഖ്യം തരണമെങ്കിൽ നിങ്ങൾ യേശു വിശ്വസിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴുള്ള അവന്റെ ശുശ്രൂഷയിലെ ഭൂരിഭാഗവും രോഗികളെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നാം വായിച്ച വചനഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്,
അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ചില ചോദ്യചിഹ്നങ്ങളുണ്ട്. അല്ലേരിയ, ക്രിസ്തു കാൽവരി ക്രൂശിൽ രോഗങ്ങളെ വഹിച്ചുവോ എന്നൊരു ചോദ്യം പലരും ആവർത്തിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ചില വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ ചില വേദവ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കാൻ കഴിയും. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തു കാൽവരി ക്രൂശിൽ പാപങ്ങളെയും രോഗങ്ങളെയും വഹിച്ചതായി ചിലർ വിചാരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും പറയണം, പക്ഷേ ക്രിസ്തു ദീനക്കാരുടെ രോഗം സൗഖ്യമാക്കിയപ്പോൾ ഈ വേദഭാഗം നിറവേറിയതായി. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ കാണിക്കുന്നു, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. കണ്ടോ, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അനവധി രോഗികളെ സൗഖ്യമാക്കി. യേശു രോഗികളെ സൗഖ്യമാക്കി തന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ വാഗ്ദത്തം നിവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ശുശ്രൂഷയിൽ തന്നെ അനേക രോഗികളെ സൗഖ്യമാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ പ്രവചനം പൂർത്തീകരിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് മത്തായി 8:10 കാണാൻ കഴിയും. അതേപോലെ 1 പത്രോസ് 2:24 ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് പറയുന്ന ഭാഗത്തും നമ്മുടെ രോഗങ്ങളിൽ ചുമന്നു എന്ന് പറയുന്നില്ല. ഇക്കാരണങ്ങളാൽ ക്രിസ്തു കാൽവരി ക്രൂശിൽ ചുമന്നത് മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ മാത്രമാണെന്ന് വ്യക്തമാക്കുക എന്നാണ് ചില വേദപഠിതാക്കൾ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ആ വചനം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യവും 1 പത്രോസിന്റെ 2-ാം അധ്യായം 24-ാം വാക്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ 3.5 വർഷത്തെ പരിശുശ്രൂഷ സമയത്ത് യേശു അനവധി രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. ഹല്ലേലൂയ. കുരുടന് കാഴ്ച കൊടുത്ത്, ജഗറിന് കേൾവി കൊടുത്തു, മുടന്തനെ നടക്കുമാറാക്കി, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു, രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ വിവിധ ശുശ്രൂഷകളിൽ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ചെയ്തതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ഈ പ്രവചനം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശുവിന്റെ ക്രൂശിലെ മരണം മാനവകുലം മുഴുവൻ അതിക്രമങ്ങളും പാപങ്ങളും വീണ് കിടക്കുന്നു. പാപത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യൻ വിവിധ വ്യാധികളാൽ വലഞ്ഞ് ദൈവത്തിൽ അകന്ന് ഹല്ലേലൂയ പോയിക്കൊണ്ടിരുന്നപ്പോൾ പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ നമുക്ക് കയറി. അവൻ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്ന അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം മോചനം തന്നിരിക്കുന്നു, പാപമോചനം തന്നിരിക്കുന്നു. രക്തം ചെയ്യും. പല വ്യാഖ്യാനങ്ങളും പല സന്ദേശങ്ങളും നിങ്ങൾ കേൾക്കാറുണ്ടെങ്കിലും ഹല്ലേലൂയ യേശു നമുക്ക് സൗഖ്യം തന്നതാണ്. യേശുവിന്റെ ശുശ്രൂഷയിൽ തന്നെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വരും രോഗത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചിരുന്നുവെങ്കിൽ രോഗത്തിന് ചികിത്സ ചെയ്താൽ അതൊരു പക്ഷെ പാപത്തിന് വേണ്ടി കഴിക്കുന്ന യാഗം പോലെ ആയിത്തീരുവാൻ കഴിയുമായിരുന്നു. അത് കർത്താവ് ക്ഷമിക്കില്ലായിരുന്നു എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, 4-ാം വാക്യത്തിൽ പറയുന്നത് സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ. 5-ാം വാക്യത്തിൽ പറയുന്നു നമുക്ക് അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതേ മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിക്കുന്നു. യേശുവിന്റെ പരിശുശ്രൂഷയിൽ യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഈ വചനങ്ങൾക്കെല്ലാം പൂർത്തീകരണം പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി അവന്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് തന്നപ്പോൾ ഹല്ലേലൂയ ജീവിതത്തിൽ നമുക്കൊരു വലിയ മോചനം കിട്ടും കേട്ടോ. രക്തം ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളൊക്കെ വായിക്കും കാണുന്നുണ്ട്. തന്റെ പുത്രൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും ഒക്കെ വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പാപം ജീവിതത്തിൽ വരുമ്പോൾ ആ പാപം മുഖാന്തരം നമ്മൾ ബലഹീനരായി മാറും. ഹല്ലേലൂയ. ബലഹീനത വന്നു കഴിയുമ്പോൾ അത് വ്യാധികളായി മാറും. ആ വ്യാധികൾ വർദ്ധിച്ച് മഹാരോഗങ്ങളായി മാറി പിന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും, മരണത്തിലേക്ക് കൂടെ എത്തിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ യേശുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ.
നിന്റെ ഏത് പ്രശ്നങ്ങളായിരുന്നാലും, നിന്റെ ഏത് വ്യാധിയായിരുന്നാലും അതിനെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ ഏത് വ്യാധിക്ക് അടിമപ്പെട്ടവനായിരുന്നാലും, ഹല്ലേലൂയ, നിന്റെ തലമുറ ഏത് വ്യാധിക്ക് അടിമപ്പെട്ടതായിരുന്നാലും അതിനെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. അത് നിനക്കൊരു സൗഖ്യം തരാൻ യേശു ആഗ്രഹിക്കുക. അപ്പൊ രോഗം നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അത് നിന്നെ ഭയത്തിലേക്ക് കൊണ്ടുപോകും. ആ ഭയം നിന്റെ ഉള്ളിൽ വളരാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ വിത്തുകളൊക്കെ അവൻ നട്ട് അത് മുളച്ച് വളരുന്നത് പോലെ തന്നെ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ ഭയം വന്നു കഴിഞ്ഞാൽ ആ ഭയം വളരാൻ തുടങ്ങും. ആ ഭയം വളർന്ന് ആ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മെ കൊണ്ടുവരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യേശുക്രിസ്തുവിലൂടെ നീ ഒരു മോചനം, സൗഖ്യം നീ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ വചനം പറയുന്നത്, ഹല്ലേലൂയ, ആമീൻ, നമ്മൾ ആ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം, ഹല്ലേലൂയ, 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇന്നലെയും എന്നും അനന്യം തന്നെ. അപ്പൊ യേശു ഇന്നും ജീവിക്കുന്നു. ഇന്നും നിങ്ങളുടെ വ്യാധികളെ സൗഖ്യമാക്കുവാൻ യേശു നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ വ്യാധികളെ സൗഖ്യമാക്കുവാൻ, നിങ്ങൾക്കൊരു ആശ്വാസം തരുവാൻ, നിങ്ങളെ വിടിവിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് യെരുശലേമിലും യഹൂദയിലും കവർണ്ണഭൂമിയിലും ചെയ്ത അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും യേശുക്രിസ്തു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, യേശു യഹൂദയിലും യെരുശലേമിലും കവർണ്ണഭൂമിയിലും ഒക്കെ ചെയ്ത അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എബ്രായ ലേഖനം 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ആ കരപടിച്ചൊക്കെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദിയൊക്കെ എന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. മനുഷ്യൻ ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം രോഗികൾ തന്നെ. ഹല്ലേലൂയ. കാരണം മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തിടത്തോളം കാലം, ഹല്ലേലൂയ, ഈ മണ്ണുമായിട്ട് നമുക്കൊരു വലിയ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ ജഡത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുകൂടി നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. ജഡത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ഇരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ ഇരിക്കും. എടുക്കപ്പെടുന്ന ആ കൂട്ടത്തിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും, രൂപാന്തരപ്പെടും. പിന്നെ നമുക്ക് രോഗം ഉണ്ടാകത്തില്ല. എന്നോട് കഴിഞ്ഞ നാളിൽ ഒരു സഹോദരൻ ചോദിച്ചു, നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നവരല്ലേ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അനുയായികളും ശിഷ്യന്മാരാണല്ലോ പറയും, പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രോഗം വരുന്നതെന്ന് ചോദിച്ചു. ഞാനൊരു സദ്യയുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ സഹോദരൻ, നിങ്ങൾക്ക് എന്താ രോഗം വന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലുള്ള സകല മനുഷ്യൻ രോഗികളാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടോ വിശ്വസിച്ചുകൊണ്ടോ യേശുവിന്റെ ശിഷ്യനായതുകൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ രോഗം നമ്മുടെ ശരീരത്തിൽ വരില്ല എന്ന് വേദപുസ്തകം പറയുന്നില്ല. വേദപുസ്തകം വായിക്കുമ്പോൾ സകലർക്കും രോഗം വരാം. പക്ഷെ നമ്മുടെ വിശ്വാസം, യേശുവിൽ വിശ്വസിക്കുന്ന വിശ്വാസിക്ക് അവന്റെ വിശ്വാസത്തിൽ അവനെ രോഗത്തെ ജയിക്കും. രോഗത്തെ ജയിക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞ രോഗത്തെയും ജയിക്കും എന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ച സഹോദരനെ അവൻ ലോകപരമായി ചോദിച്ച ലോക മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ ആ ലോകത്തെയും ജയിച്ചു, എന്റെ രോഗത്തെയും ജയിച്ചു. അതേ സ്നേഹിത, പല ചോദ്യചിഹ്നങ്ങളും നിനക്ക് നേരെ ഉയരും. രോഗം എന്നുള്ളത് സകല മനുഷ്യർക്കുള്ളതാണ്. അതൊരു മനുഷ്യൻ ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെ വിവിധമായ രോഗങ്ങളിലൂടെ കടന്നു പോകും. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് രോഗത്തിനും പ്രത്യാശയാണ്. ഹല്ലേലൂയ. ശാരീരികമായ ബലഹീനത കടന്നു വരുമ്പോൾ, ശാരീരികമായ രോഗങ്ങൾ കടന്നു വരുമ്പോൾ, മഹാവ്യാധികൾ ദേശത്തും രാജ്യത്തും രാഷ്ട്രങ്ങളിലും പെരുകുന്നത് കാണുമ്പോൾ, നിന്റെ ചുറ്റുമുള്ള കുടുംബങ്ങളിൽ, നിന്റെ ബന്ധുക്കളിൽ, നിന്റെ അയൽവാസികൾ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയിൽ, നിന്റെ ശരീരത്തിൽ വിധമായ വ്യാധികൾ വരുമ്പോൾ, ഹല്ലേലൂയ, നീ അത് കണ്ട് ഭയപ്പെട്ടു പോകാതെ അവന്റെ അടിപ്പിണരുകളാണ് നമുക്ക് സൗഖ്യം വന്നുവിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ രോഗത്തെക്കാൾ കൂടുതലായൊരു പ്രത്യാശ ദൈവം നിനക്ക് തരും. യേശുവിൽ വിശ്വസിച്ച രോഗസൗഖ്യം വരുമോ? എന്ന് രോഗസൗഖ്യം വരും. ഹല്ലേലൂയ,
ജീവിത വിശുദ്ധിയോടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ച് വചനമനുസരിച്ച് വചനത്തിന് അധിഷ്ഠിതമായി ദൈവ വ്യവസ്ഥയിൽ ഹല്ലേലൂയ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വലുതാണെങ്കിൽ ഒരു മരുന്നും ചെയ്യാതെ നിനക്ക് സൗഖ്യം വരാം. അങ്ങനെ വന്നിട്ടുള്ള അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിനക്കൊരു സൗഖ്യം തരാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവ്, കഴിഞ്ഞ കാലങ്ങളായി പുറത്തു പറയാൻ കഴിയാത്ത ചില വേദനകൾ, ചില വ്യാധികൾ നിന്റെ ശരീരത്തെ ബാധിക്കുന്നു. സ്തോത്രം. യേശു നിനക്കതിന് സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. ഈശ്വരോ, നാളുകളായി നിനക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ, ഹല്ലേലൂയ, യാത്ര ചെയ്യാൻ കഴിയാതെ, ശരീരം കുലുങ്ങുവാൻ കഴിയാതെ, ഹല്ലേലൂയ, നന്നായിട്ട് നടക്കുവാൻ കഴിയാത്ത ചില മാരകമായ വ്യാധികളാൽ നിന്റെ ശരീരത്തെ തളർത്തുകൊണ്ടിരിക്കുന്ന രോഗബന്ധനത്തെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിനക്ക് സൗഖ്യം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ, അവൾക്കുണ്ടായിരുന്ന മുതലുകൾ മുഴുവൻ വിറ്റ് അവൾ ചികിത്സിച്ചു. അനവധി വൈദ്യന്മാരെയും ഡോക്ടർമാരെയൊക്കെ എന്ന കാലഘട്ടത്തിൽ അവൾ കണ്ടിട്ടുണ്ട്. ആരാമനുഭവർക്ക് ഒരു സൗഖ്യം വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൾ കേട്ടത്. ഹല്ലേലൂയ. വലിയ ആൾത്തിരക്കിന്റെ നടുവിലൂടെ അവളുടെ രോഗത്തിന്റെ സ്ഥിതി അനുസരിച്ച് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വരാൻ പോലും കഴിയില്ല. കാരണം രക്തസ്രാവക്കാർക്ക് സമൂഹത്തിൽ വരാൻ കഴിയില്ല. എങ്കിലും അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ സമൂഹത്തെ ഭയപ്പെടാതെ അവൾ ആ ജനത്തിരക്കിനിടയിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളുടെ വ്യാധി മാറി, അവളുടെ ബാധ ഒഴിഞ്ഞു, അവൾക്ക് സൗഖ്യം വന്നു. ഹല്ലേലൂയ. നിങ്ങൾ മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും, എന്ന് പറഞ്ഞതുപോലെ 12 വർഷം രക്തസ്രാവം പിടിച്ചിരുന്ന സ്ത്രീക്ക് സൗഖ്യമില്ലാതിരുന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തോങ്ങൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ ഇന്ന് വിവിധ തലങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള രക്തസ്രാവത്താൽ ജീവിതം മടുത്ത് നിരാശപ്പെട്ട് കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന വിശ്വാസത്താൽ യേശുവിന്റെ അരികിലേക്ക് വന്നാൽ ഹല്ലേലൂയ, നിന്റെ വ്യാധിയെ ദൈവം മാറ്റിത്തരും, രക്തം ചെയ്യും. അപ്പൊ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതാണ്. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം കാണുന്നത്, ആദ്യമായി ഇസ്രായേൽ ജനങ്ങളോട് കർത്താവ് വ്യാധികളെ സൗഖ്യമാക്കുന്ന നിയമം ചെയ്തു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ അത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്തും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. ആ വചനം മനസ്സിരുത്തി വായിക്കണം കേട്ടോ. പ്രാർത്ഥനയുടെ വാചനം വായിക്കണം. അപ്പൊ കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറയുമ്പോൾ അതിന് ആ വാക്യത്തിന്റെ ആരംഭത്തിൽ തൊട്ട് വായിച്ചു വരുമ്പോൾ കർത്താവ് പറഞ്ഞ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. എന്താണ് അവിടെ വ്യവസ്ഥ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം, അവന് പ്രസാദമുള്ളത് ചെയ്യണം, അവന്റെ കൽപ്പനകളെ നീ അനുസരിക്കണം, അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളാലൊന്നും നിന്നെ ദണ്ഡിപ്പിക്കാതെ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം ദൈവം തരുന്നു. അപ്പൊ നമ്മൾ വചന വ്യവസ്ഥയ്ക്ക് ജീവിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കുമ്പോൾ ഒക്കെ സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോഴും വായിച്ച് ഞാൻ തന്നെ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ള വചനമാണ്. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, നിന്റെ പ്രശ്നം എന്താണ്? എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? സ്തോത്രം. നിങ്ങളെ അധികമായി ഭാരപ്പെടുത്തുന്ന, അധികമായി വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ ഏതാക്കണ്ട, ആ വിഷയത്തെ യേശുവിന് കരങ്ങൾ കൊടുക്കണം. പ്രൈസലോ. അപ്പൊ മനസ്സ് തകർന്നിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ മനസ്സിന് ആശ്വാസം തരാൻ, കുളിർമ നൽകുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. നമ്മുടെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസലോ. അവൻ നിന്നെ ഒരു മകനെ പോലെ മകളെ പോലെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മുഖപക്ഷം കൂടാതെ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങൾക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ സൗഖ്യത്തെ കുറിച്ച് പ്രവാചകൻ മുന്നമേൽ നമുക്ക് വെളിപ്പെടുത്തി തന്നത്.
അവന്റെ അടിപ്പിടരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ആ വചനമൊക്കെ വിശ്വസിക്കുക, ഞാൻ ആ വചനമൊക്കെ ഏറ്റെടുക്കുക, ദൂതുകളൊക്കെ ഏറ്റെടുക്കുക ഞാൻ. കാരണം കർത്താവിന്റെ സന്നിധിയിൽ വലിയ സൗഖ്യം വിടലുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവ്, നീ ജീവിതത്തിൽ തളർന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. തകർന്നു പോകരുത്. ഹല്ലേലൂയ. നീ വേദനിക്കപ്പെട്ടു പോകരുത്. സ്തോത്രം. ചില ആളുകളൊക്കെ പറയും, എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്റെ രോഗത്തെക്കുറിച്ച് അറിയാൻ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല, എനിക്കൊന്ന് കൂട്ടുവരാൻ ആരുമില്ല, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്ന അനവധി ആളുകളെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അല്ലേ? ഞാൻ ചോദിക്കും, നിങ്ങൾ ശാരീരികമായ വ്യാധികൾ, ബലഹീനതകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾക്കാരുമില്ല, നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ ആരുമില്ല, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീണ്ടും ബലഹീനരായി മഹാവ്യാധിയിലേക്ക് പോകാതെ, കർത്താവായ യേശുക്രിസ്തു നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടാകണം. വിശ്വാസം, യേശു നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, വിളിച്ചാൽ അരികത്ത് ഓടിയെത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. അല്ലേ? വിശ്വാസത്താൽ വചനത്തിന്റെ വിധികളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കർത്താവിന്റെ കൽപ്പനകളും ഒക്കെ അനുസരിച്ച് നീ കർത്താവിനെ വിളിച്ചാൽ നിന്റെ അരികത്ത് ഓടിയെത്തുന്നവനാണ് യേശു, നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ് യേശു. അല്ലേ? അത് പറയാൻ കാരണം, അല്ലേ, സ്തോത്രം, പലപ്പോഴും നൊമ്പരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, ബലഹീനതകളൊക്കെ, മഹാവ്യാധികളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അല്ലേ? അവിടെയൊക്കെ ആരുമില്ല എന്നോർത്ത് ഞാൻ വിലപിക്കുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ യേശുക്രിസ്തുവിനെ എന്റെ അരികിലേക്ക് ചേർത്ത്, എന്നിലേക്ക് ചേർത്ത്, എന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ഇടം കൊടുത്ത് ഞാൻ യേശുവിലേക്ക് ചേർന്നിരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യേശു എന്നിലേക്ക് ചേർന്ന്, ഞാൻ യേശുവിലേക്ക് ചേർന്നു. അപ്പോൾ എന്റെ മാനസികമായ ബലഹീനതകളെ എല്ലാം മാറ്റി, എന്റെ ശാരീരികമായ ബലഹീനതകളെ മാറ്റി, എന്റെ രോഗത്തിന് ദൈവം ആശ്വാസവും സമാധാനവും സൗഖ്യം തന്നു. അതുകൊണ്ട് ഞാൻ ഈ വചനത്തെ വിശ്വസിക്കുക. അവന്റെ അടിപ്പിടരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനത്തെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഈ വചനം. ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ രക്തജയം, ഈ വചനം തന്നെ നിനക്കൊരു സൗഖ്യം തരും. രക്തജയം. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ചെലവഴിക്കുന്ന പണം, എന്തിനാണ് മനുഷ്യൻ പണം ചെലവഴിക്കുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ പറയും, ഹല്ലേലൂയ, ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് പെട്രോളിനും ഡീസലുമാണ്, ഓയിലുകൾക്കാണെന്ന് പറയും. ചിലർ പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പണം ചെലവഴിക്കുന്നത് മൊബൈൽ റീചാർജുകൾക്കാണെന്ന് പറയും. അങ്ങനെയൊക്കെ പല വർത്തമാനങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഹോസ്പിറ്റലുകളിലാണ്. മനുഷ്യരുടെ രോഗത്തിന് ചികിത്സിക്കാനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ പണം നിങ്ങൾ വ്യാധികൾ പിടിച്ച് നിങ്ങളുടെ ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ചികിത്സ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്നതും നിങ്ങളുടെ ഡിപ്പോസിറ്റും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതെല്ലാം നിങ്ങൾ ചെലവഴിക്കും. അവസാനം നിങ്ങൾ കടം വാങ്ങാൻ തുടങ്ങും, ലോൺ എടുക്കാൻ തുടങ്ങും, ബ്ലേഡിൽ നിന്ന് എടുക്കും, നിങ്ങളുടെ പണ്ടങ്ങളെല്ലാം പണയം വെച്ച് നിങ്ങളാൽ കഴിയുന്ന ശുശ്രൂഷകൾ, ചികിത്സകളെല്ലാം ചെയ്യും. അങ്ങനെ നിങ്ങൾ വിവിധമായ നിലയിൽ കഷ്ടം സഹിക്കുന്നവരാണ്. ഇതുപോലെ അങ്ങനെയൊക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രശ്നഹിത, എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര സഹോദരി, നിന്റെ വിശ്വാസം കൂടെ വർദ്ധിക്കണം. നീ ഇതെല്ലാം ചെയ്ത് സൗഖ്യത്തിന് വേണ്ടി ലോകപ്രകാരം നീ ഓടുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൂടെ നിന്റെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച്, കർത്താവേ, അങ്ങയുടെ അടിപ്പിടരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്ന പ്രവാചകൻ പറഞ്ഞ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ബന്ധനങ്ങളെ അഴിച്ചു വിടുവിച്ചു, ജനത്തിൽ ആശ്വാസ സമാധാനം കൊടുത്തു. ഞാനത് വിശ്വസിക്കുന്നു. ഇന്നും അങ്ങയുടെ വചനം ജീവിക്കുന്ന വചനം, അങ്ങയുടെ വചനത്തെ ശക്തിയോടെ ആ വചനത്താൽ എന്നെ സൗഖ്യമാക്കണമേ, അങ്ങയുടെ നാമത്തിലെ സൗഖ്യം എനിക്ക് നൽകണമെന്ന് നിങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പോടെ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ രക്തജയം. ഹല്ലേലൂയ. കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നതിന്റെ രോഗത്തെ മാറ്റിത്തരും. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ പത്രോസിന്റെ അമ്മായിയമ്മയെ ചെന്ന് കാണാൻ ചെന്നു. എന്റെ അമ്മായിയിലേക്ക് ചെന്നു. അവൾ പനി പിടിച്ച് ജ്വരം പിടിച്ച് കിടക്കുകയായിരുന്നു. ഹല്ലേലൂയ. യേശു അവളെ തൊട്ടപ്പോൾ എന്ത് ചെയ്തു? അവളുടെ പനി മാറി, അവളുടെ ജ്വരം മാറി. അവൾ എഴുന്നേറ്റ് യേശുവിന്റെ ശിഷ്യന്മാരും അവരെ ശുശ്രൂഷിച്ചുവെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. അതെ, നീ വിശ്വാസത്താൽ നിന്നെ യേശു ഒന്ന് തൊടുവാൻ, വിശ്വാസത്താൽ യേശു നിന്നെ ഒന്ന് തൊടുവാൻ, വിശ്വാസത്താൽ നീ യേശുവിനെ ഒന്ന് തൊടുവാൻ
ഇന്ന് പകൽ നിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുന്നെങ്കിൽ അല്ലേരിയ നിന്റെ ശരീരത്തിൽ ഒരു സൗഖ്യം ദൈവം തരും. ശിരസ് തൊട്ടുള്ളങ്കാല് വരെ എണ്ണിയാൽ ഒടുങ്ങാത്ത രോഗങ്ങളും വ്യാധികളുമായി മുമ്പോട്ട് കടന്നു പോകുന്ന പ്രിയ സഹോദര സഹോദരി, കുടുംബത്തിനകത്ത് ഭാരങ്ങളും പ്രയാസങ്ങളും വ്യാധികളും ബലഹീനങ്ങളും ശാപങ്ങൾ കൊണ്ട് രോഗത്തിന്റെ അധീനതയിലൂടെ, രോഗത്തിന്റെ ആ അതിക്രൂരമായ അനുഭവത്തിലൂടെ നീ നിന്റെ കുടുംബം കടന്നു പോകുമ്പോഴേ ഹല്ലേലൂയ അതിന്റെ നല്ലൊരു ആശ്വാസദായകനായ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നെങ്കിൽ കർത്താവ് നിനക്കൊരു സൗഖ്യം തരും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പുതിയ നിയമത്തിൽ വ്യാധികളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടിയാകുന്നു കാൽവരി ക്രൂശിൽ വെച്ച് യേശു ക്രിസ്തു അടിപ്പിണരുകളെ സന്തോഷത്തോടെ സ്വീകരിച്ചത്. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നുവെന്ന് മത്തായി 8:17 നമ്മൾ വായിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവയ്ക്കുന്നുവെന്ന് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 1 പത്രോസ് ലേഖനം 2:24 നമ്മൾ വായിച്ചു. അപ്പം പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ യേശു ക്രിസ്തു ആവർത്തിച്ചു പറയുന്നു, പത്രോസ് ആവർത്തിച്ചു പറയുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവവചനത്തിന്റെ ആ ശക്തി നീ അനുഭവിക്കണം കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിലരൊക്കെ ദൈവ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ്. നാളുകളായി നീ നൊമ്പരപ്പെടുന്ന, വേദനിക്കപ്പെടുന്ന, ശരീരത്തെ കുത്തി വേദനിപ്പിക്കുന്ന ശാപം മുഖാന്തരം, പാപം മുഖാന്തരം നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന മഹാവ്യാധികളിൽ നിന്ന് ഇന്ന് പകൽ ദൈവം നിങ്ങളെ ചിലരെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. സ്വതന്ത്രം ജന്മനാ വൈകല്യമുള്ള ചിലരെ ദൈവം വിടിവിക്കാൻ ആഗ്രഹിക്കുക. അല്ലേ? ദൈവത്തിന്റെ വചനങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും നീ അനുസരിച്ച്, അവന്റെ വിധികളും കൽപ്പനകളും നീ അനുസരിച്ച്, വ്യവസ്ഥയ്ക്കനുസരിച്ച് നിന്നാൽ, ഹല്ലേലൂയ, വ്യവസ്ഥയ്ക്കനുസരിച്ച് നിന്നാൽ അവന്റെ അടിപ്പിണരുകളാൽ നിന്ന് നമുക്ക് സൗഖ്യം വന്നുവരിക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമായി മാറും. രക്തം ചെയ്യും. പ്രൈസറോ. അതേ സ്നേഹിത, വിശ്വസിക്കാൻ കഴിയുമോ? യേശുവിനെ വിശ്വസിക്കാൻ കഴിയുമോ? അപ്പൊ അതെ, അവൻ നിങ്ങളുടെ ആകൃത്യമൊക്കെയും മോചിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിങ്ങളുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിങ്ങളെ അണിയിക്കുന്നു. അവൻ നിങ്ങളെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് നമ്മൾ സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തന പുസ്തകം 103 ഹല്ലേലൂയ സ്തോത്രം 3, 4, 5 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആമി നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ അകൃത്യങ്ങളെ മുഴുവൻ മോചിച്ച് നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമി സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് 103-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുക. അപ്പൊ നിന്റെ അകൃത്യങ്ങളെ മോചിച്ച് നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കി നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം, ഹല്ലേലൂയ, നിന്റെ വായിക്ക്, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ കഴിയുന്ന ഒരു യേശു ഉണ്ട്. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ആ വചനമൊക്കെ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ സൗഖ്യം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. സൗഖ്യത്തെ കർത്താവ് തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. അപ്പൊ വീണ്ടും ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, യാക്കോബിന്റെ 5-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന എന്താണ്? ദീനക്കാരനെ രക്ഷിക്കും. ഹല്ലേലൂയ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അതെ, നിന്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന കർത്താവ് നിനക്ക് സൗഖ്യം തരും. യേശു നിന്നെ എഴുന്നേൽപ്പിക്കും. നിന്റെ കിടക്കിൽ എഴുന്നേൽപ്പിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സൗരം, നാളുകൾ എത്രയായി നീ കിടക്കിയിൽ കിടക്കും. നരിയാണി ഉറപ്പിച്ച് എഴുന്നേൽപ്പാൻ കഴിയാതെ, മറ്റൊരാളുടെ സഹായമില്ലാതെ കിടക്കിയിൽ എഴുന്നേൽപ്പാൻ കഴിയാതെ, നിന്റെ ശരീരമാസകളും തളർന്ന അവസ്ഥയിൽ, കാലുകൾക്ക് ബലമില്ലാതെ എത്രയോ കാലങ്ങളായി നീ കിടക്കുന്നു. അതെ, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും.
നീ പാപം ചെയ്തിട്ട് നിന്നോട് ക്ഷമിക്കുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിൽ ഈ വചനം അങ്ങനെ തന്നെ സംഭവിക്കും. ഇന്ന് പകൽ കിടക്കയിലായിരിക്കുന്ന ചിലരെ ദൈവം തൊടാൻ ആഗ്രഹിക്കുക. വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന യേശുവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, വിശ്വാസത്തോടുകൂടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, യേശു നിനക്കൊരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി ലോകം മുഴുവൻ ഉലകം മുഴുവൻ ചുറ്റി നടക്കാതെ സൗഖ്യത്തിന് വേണ്ടി യേശു ക്രിസ്തുവിലേക്ക് വരുന്നെങ്കിൽ, വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിക്കുന്ന നിനക്കാനായിരിക്കും നിന്നെ ദൈവം സൗഖ്യമാക്കും. പ്രൈസലോ. ഇത് വേദപുസ്തക വചനങ്ങളാകട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമായി വ്യാധികളെ സൗഖ്യമാക്കുന്ന വരങ്ങൾ കർത്താവിനോട് നിങ്ങൾ ചോദിക്കണം. കർത്താവ് നിങ്ങളുടെ കാമിലരിയ കരത്തിനോട് കൂടെ തന്റെ മുറിവേറ്റ കരം ചേർത്ത് പിടിച്ച് അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു രോഗശാന്തി വരത്തിന് വേണ്ടി, വ്യാധികളെ സൗഖ്യമാക്കുന്ന ആത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ കരങ്ങളോട് ചേർത്ത് കർത്താവിന്റെ കരങ്ങൾ വെക്കും. നമ്മുടെ കരങ്ങളോട് കർത്താവിന്റെ ആണിപ്പാടുള്ള മുറിവേറ്റ കരം വെച്ച് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായ കരം നമ്മുടെ മേൽ വെളിപ്പെടുന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവർ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം വല്ലടിയൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 10:8 വായിക്കും കാണുന്നത്, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഹല്ലേലൂയ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ സുവിശേഷങ്ങളൊക്കെ വായിച്ചാൽ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ കാണാൻ കഴിയും, സൗഖ്യത്തെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ ദൈവം നിനക്കൊരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച വചനം എന്താണ്? അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതെ, ഇന്ന് പകൽ അവന്റെ അടിപ്പിണരുകളാൽ ഒരു സൗഖ്യം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുക. നൊമ്പരപ്പെട്ട് ഭാരപ്പെട്ട് മനക്കലങ്ങിയിരിക്കുന്ന സ്വാഭാവികനെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന നീ തയ്യാറായാൽ ഇന്ന് പകൽ ഒരു അത്ഭുത സൗഖ്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ജാതി ഏതുമായിരിക്കട്ടെ, മതങ്ങൾ ഏതുമായിരിക്കട്ടെ, നിങ്ങൾ വിശ്വാസം ഏതുമായിരിക്കട്ടെ, അതൊന്നും ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങളോട് സംസാരിക്കുന്നില്ല. പക്ഷെ വിശ്വാസത്തോടു കൂടി നീ യേശുവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ മുഖപക്ഷം കൂടാതെ ഒരു സൗഖ്യം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. യേശു ഒരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. അവന്റെ അടിപ്പിണരാണ് നിങ്ങൾക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു. വന്നു വിരിക്കുന്ന വേദവസമാണ്, പക്ഷെ ദൈവം നിങ്ങൾ സൗഖ്യമാക്കുന്നു. അത് ഇതുവരെ യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, യേശുവിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ശുശ്രൂഷയിൽ നടന്ന അത്ഭുതങ്ങൾ നിനക്ക് ലഭിക്കുമെന്ന് ഇതുവരെ വിശ്വസിച്ചില്ലെങ്കിൽ, ഇന്ന് പകൽ അവസരം ദൈവം തരികയാണ്. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കാൻ കഴിയുമോ? യേശുവിനെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അത്ഭുതം നിന്റെ കുടുംബത്തിൽ നടക്കും, അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. കണ്ണുകൾ വെച്ചാട്ട് ഇന്ന് പകൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വലിയൊരു ദൈവങ്ങളിൽ മുഖപക്ഷം കൂടാതെ സൗഖ്യം കൊടുക്കുന്ന ദൈവമേ, കേരളത്തിലെ 4 ജില്ലകളായി 3,46,00,000 ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്ത അന്യവസാന തൊഴിലാളികൾ, ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര പ്രദേശങ്ങളായി 140 കോടിയിലധികം വരുന്ന ജനങ്ങളും തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവരെയും 7 ഭൂഖണ്ഡങ്ങളിൽ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളായി 800 കോടിയിലധികം ജനങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത മഹാവ്യാധിയാൽ വലഞ്ഞ് മനുഷ്യൻ മരണത്തിന്റെ അധീനതയിൽ പെട്ട് ഭയത്തിനിടകളായി മാറിയിരിക്കുമ്പോൾ ഇതുപോലെ കർത്താവ് ജനത്തിന് സൗഖ്യം കൊടുക്കണമേ. ശൈശവത്തിനും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബത്തിലും അശ്രമയാചർ ഓർഫനേജ് ജോലി തടവരിൽ കിടക്കുന്ന ഞങ്ങളുടെ കർത്താവ് കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യ വിവിധ ഹോസ്പിറ്റലുകളിൽ രോഗികളായി കിടക്കുന്നവർക്ക് കർത്താവിന്റെ വലിയ കരനീട്ടി ആ മുറിവേറ്റ കരം വെച്ച് സൗഖ്യം പ്രാപിക്കണമേ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കാൻ അതിനെ എഴുന്നേൽപ്പിക്കും. ഈ പാവജനോട് ക്ഷമിക്കുന്നത് കർത്താവിന് വചനം വായിക്കുന്നതോട് കർത്താവ് ഈ ജനത്തോട് ക്ഷമിക്കണമേ. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ മേഖലയിലെ ഭരിക്കുന്നവർ, അവിടുത്തെ ജനങ്ങളെയും കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അതിർത്തികൾ കാക്കുന്ന അവിടെ ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ഞങ്ങളുടെ ജുഡീഷ്യറി വിവിധ വകുപ്പുകളെ, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന, വാഹനത്തിൽ യാത്രവാഹന സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികളെ, തീരദേശവാസികളെ, കർത്താവ് സമുദ്രത്തെ മത്സരത്തിന്റെ കടന്നുവരിക്കുന്നവർ, സമുദ്രത്തെ ആഴങ്ങൾ, ഖനികളും കമ്പനികളും ജോലി ചെയ്യുന്നവർ,
കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ സാമ്പത്തിക ബാങ്കിങ് മേഖലയിലെ സയൻസ് എഞ്ചിനീയർമാർ, മത സാമൂഹിക സാംസ്കാരിക സംഘടന രംഗത്ത്, ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, കൊട്ടേഷനുകളും കൂട്ടാശങ്ങളും ഭൂമികളും ബ്ലേഡുമാണ് സ്ത്രീമാകളും ഒക്കെ അടങ്ങുന്ന വലിയ കൂട്ടം പാപത്തിൽ നിറയപ്പെട്ട മഹാവ്യാധികാരിച്ചിന് കടന്നു പോകുന്നവർക്കെല്ലാം സൗഖ്യം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ കഷ്ടത അനുഭവിക്കാൻ, വേദനകൾ കടന്നു വിസ നഷ്ടപ്പെട്ടവർ, കിട്ടാത്ത പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞവർ, മരുഭൂമി കഷ്ടം സഹിക്കുന്നവർ, സാരഥി കിട്ടാതെ നാട്ടിൽ കിടന്നു കഴിയാതെ വിദേശ രാജ്യക്കിടന്ന് ജോലി കഷ്ടപ്പെടുന്ന പീഡനുകളുടെ സഹോദരിമാർ, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥന സൗഖ്യം കൊടുക്കണമേ. സുവിശേഷം മുഖാന്തരം വിവിധ രാജ്യങ്ങൾക്ക് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ദൈവമക്കളുടെ തലമുറകളെ സുവിശേഷം മുഖാന്തരം കഴിഞ്ഞകാലങ്ങളിൽ വീടുകൾ നഷ്ടപ്പെട്ട്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഭാര്യയെ, ഭർത്താവിനെ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവർ, മഹാവ്യാധിയിൽ കടന്നു പോകുന്നവർ, അവർക്കെല്ലാം ദൈവം ആശ്വാസ സമാധാനം കൊടുക്കണമേ. കർത്താവ് ജയിലിൽ കിടക്കുന്ന സഹോദരന്മാർക്ക് വിടുതലിൽ സമാധാനം കൊടുക്കണം. ഈ മഴക്കാലം കാലവർഷം വല്ലാത്ത രീതിയിൽ ദുരന്തങ്ങൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ, വിവിധ വ്യാധികളാൽ ജനം നിറയപ്പെടുമ്പോൾ, ജനത്തിന് ആശ്വാസ സൗഖ്യ സമാധാനം കൊടുത്ത് വിടുതലയക്കങ്ങളായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം വായിക്കുന്ന പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുപോലെ കഷ്ടം സഹിക്കുന്ന എല്ലാവർക്കും, പാപത്തിന്, ശാപത്തിന്, രോഗത്തിന്, ബന്ധങ്ങൾ കടന്നു പോകുന്നവർക്ക് ആശ്വാസത്തിന്റെ കരനീട്ടി പിടിപ്പിക്കണമേ. സകലമുഖത്ത് വിളിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.